ഹലോ, ഇന്ന് ഞായറാഴ്ചയിലോട്ട് കുറച്ച് നേരം സുഖമായി കിടന്നുറങ്ങാൻ വിചാരിച്ചതാണ്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എവിടേക്കോ ഒരു ഓഡീഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാണ്ട് ഒരു ഓഡീഷൻ നടക്കുന്നത് നടന്ന് എന്തെങ്കിലും പോയിട്ടല്ല. അപ്പോൾ ഞാനത് ലിങ്ക് ചെയ്ത് കോൺടാക്ട് ചെയ്തിട്ട് പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ, പോയിട്ട് വരാം. ഓഡീഷന് പോണത് ഞാൻ തനിച്ചല്ല, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം അല്ലേ. അവിടെ വെച്ചാൽ ഓഡീഷൻ വേറെ എവിടെയല്ല, ചെറുപ്പശ്ശേരി തൂത എന്ന പ്രദേശത്തായിരുന്നു. വന്നപ്പോഴൊരു കാര്യം മനസ്സിലായത്, ഒരു വെബ് സീരിയലിൻ്റെ ഓഡീഷനായിരുന്നു. എന്തായാലും വന്നതല്ലേ, കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ഓരോ ഓഡീഷന് മുമ്പ് ഓരോ നല്ല കലാകാരന്മാർ നമ്മൾ കാണും. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ അടിപൊളി നല്ല എന്താ പറയുക, നല്ല കാമ്പി ഷെമിത്തിരിനെ പോലുള്ള നല്ല സൗണ്ട് കാമ്പിലുള്ളൊരു വ്യക്തി. നല്ല കുറച്ച് ഡയലോഗ് നമുക്ക് കേൾക്കാം അല്ലേ. ഏതെങ്കിലും സിനിമയുടെ ഡയലോഗ് അത് നിങ്ങളുടെ പേര് പറയും, നിങ്ങളുടെ പേര് പറയും. ആ സിനിമയായിട്ട് എന്താണ്? സിനിമയായിട്ട് എന്ത് ബന്ധം? പ്രൊഡക്ഷൻ മാനേജ് അങ്ങനെ ഒന്നുമല്ല. എന്നാൽ ശരി, നിങ്ങൾ ഓൾറൗണ്ടർ. അപ്പോൾ നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു സിനിമ ഡയലോഗ്, ഏതെങ്കിലും ഒരു ഡയലോഗ്. നിങ്ങൾ സൗണ്ട് സൂപ്പറാണ്, സൗണ്ട് അടിക്കുന്നതാണ്. ഏതെങ്കിലും സിനിമ ഡയലോഗ് ഇപ്പം പറഞ്ഞതിൻ്റെ പത്ത് ക്ഷമിത്തിരിൻ്റെ ഡയലോഗ്. ക്ഷമിത്തിരില്ല പോലീസുകാരുടെ അടിയാ, ഇപ്പം അറിയില്ല. ഡയലോഗില്ല. എന്താടാ കുമാര, കയ്യിലിരിക്കുന്ന ഇരുമ്പും പിടിച്ച് വല്ലാതെ തിളയ്ക്കുന്നോ? ലോങ് ഡയലോഗിന് പൊളിക്കും. ഓഡീഷന് വന്നപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടർ കുറച്ച് ഡയലോഗ് തരും. അത് പഠിച്ചിട്ട് നമ്മളവിടെ അത് അവതരിപ്പിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഡയലോഗ് നമ്മൾ പഠിക്കാനായിട്ട് മാറി നിൽക്കണം. അപ്പോൾ എനിക്കൊരു ഡയലോഗ് തന്നു, ഓരോരുത്തരും പഠിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഡയലോഗ് എങ്ങനെ അറിയാം. അപ്പോൾ എനിക്ക് കിട്ടുള്ള സീൻ ഇതാണ്. എന്തോ നാറുന്നുണ്ടല്ലോ കല്യാണി, നിനക്ക് മണക്കുന്നുണ്ടോ? എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇവിടെ, നമുക്കിവിടെ നിന്ന് മാറാം. കല്യാണി കൈ ഇവിടെ. കല്യാണി, ഇത് കൈകൾക്ക് എന്തൊക്കെയും ശക്തി. അയ്യോ, നീ രുദ്രയല്ലേ? നീ മരിച്ചതല്ലേടി? അയ്യോ അയ്യോ അമ്മേ, ശ്വാസം മുട്ടുന്നു. അയ്യോ. അപ്പം അത്ര ഓഡീഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മഴ ചെറുതായിട്ടൊന്നും ചാറി. അപ്പോൾ ആ ചാറ്റൽ മഴയത്ത് നിന്നിട്ടൊന്ന് ഡാൻസ് കളിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും കടന്നു പോകുന്ന പോലെ ഈ ഒരു ഞായറാഴ്ച ഈ ഒരു തരത്തിലും കടന്നുപോയി.